ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ കളിക്കാൻ പോണതൊരു ഹൊറർ ഗെയിമാണ്. ഔട്ട്ലാസ്റ്റ് എന്ന പേര്. ഇതൊരു ഹാർഡ് കോർ ഹൊറർ ഗെയിമാണ്. ഓൾമോസ്റ്റ് 12 ഇയേഴ്സ് ഓൾഡുള്ളൊരു ഹൊറർ ഗെയിമാണ്. അത്രയും വർഷം ഓൾഡാണെങ്കിലും ഇതിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സ്റ്റോറി ലൈനും ഹൊറർ എലമെൻസും ഉണ്ട്. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു വാക്ക് ത്രൂ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഫ്രീലാൻസ് ഇൻവെസ്റ്റിഗേറ്ററാണ്. അപ്പോൾ നമുക്കൊരു ദിവസം ഒരാൾ മെയിൽ അയക്കണേണ്. മൗണ്ട് മാസിയ സേലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഔട്ടർ വേൾഡിനെ അറിയിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആ മെയിൽ കണ്ടിട്ട് അവിടെ പോകണേണ്. അവിടെ പോയിട്ട് നമുക്ക് എന്താണ് സംഭവിക്കണമെന്ന്, നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യണമെന്നുള്ളതാണ് ഒരു സ്റ്റോറി ബേസ്. ബാക്കി നമുക്ക് കളിച്ച് നോക്കാം. നോർമൽ. Outlast contains intense violence, gore graphics, sexual content and strong language. Please enjoy. You are Miles Upshur, an investigative reporter whose ambition is about to earn him an intimate tour of hell on earth. Always willing to risk digging into the stories no other journalist would dare investigate. You will seek out the dark secret at the heart of Mount Massive Salem. Stay alive as long as you can. Record everything. You are not a fighter. To navigate the horrors of Mount Massive and expose the truth. Your only choices are to run, hide, or die. Run, die. ആ കാണുന്ന കേട്ടോ മൗണ്ട് മാസിയ സേലം. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് പോകേണ്ടത്. മൗണ്ട് മാസിയ സേലം. ഡോക്യുമെൻ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഒരു മെയിൽ വന്ന് ആ മെയിലിനെ കുറിച്ചുള്ളൊരു മെയിലാണ് ആ കാണുന്നത്. ടെറിബിൾ തിങ്സ് ഹാപ്പനിങ് ദെയർ, ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഡോണ്ട് ബിലീവ് ഹാഫ് ദ തിങ്സ് ഐ സോ, ഇറ്റ് നീഡ്സ് ടു ബി എക്സ്പോസ്ഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ ടെറിബിൾ തിങ്സ് നടക്കുന്നുണ്ടെന്നാണ് പറയണത്. അത് ഷൂട്ട് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ആകെയുള്ള ആയുധം ഈ ഒരു ക്യാമറയാണ്. ത്രൂ ഔട്ട് ദ ഗെയിം, ത്രൂ ഔട്ട് ദ സ്റ്റോറി ആകെ നമ്മുടെ കയ്യിലുള്ള ഈ ക്യാമറ മാത്രമാണ്. മൈൽസ് അപ്ഷർ. Objectives are updated in your report. Note your notes. And joystick jam ആയ, വാതിലടഞ്ഞ്, ഗേറ്റ് അടഞ്ഞ്. അകത്തേക്കാണ് പോകേണ്ടത്. Mount Massive. I started feeling sick just looking at this place. Mount Massive Salem shut down amid and government in 1971, reopened by Murkoff Psychiatry System in 2009 under the rebel organization.
ഈ അസൈലം ഓൾറെഡി ക്ലോസ് ചെയ്തായിരുന്നു. അതിന് ശേഷം മുർക്കോഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഇതിനെ ഏറ്റെടുത്തെന്നാണ് പറയണത്. ഏറ്റെടുത്ത് റീഓപ്പൺ ചെയ്തെന്നാണ് പറയണത്. നോട്ട്സ് ആൻഡ് ഇത് നോട്ട്സും ഇപ്പോൾ എഴുതിയത് നോട്ട്സും ഇത് ഡോക്യുമെൻറ്റ് അങ്ങനെയാണ് വരണത്. ക്ലൈമറ്റൊക്കെ മാറിയല്ലേ. മൗണ്ട് മാസിയോ അസൈലം മെയിൻ ഡോർ. അവിടെ ഒരു ഗേറ്റ് കണ്ടുണ്ട്, അങ്ങാടും പോയി നോക്കാം. ലോക്ക. ഇതും ലോക്കാണ്. ഭാവിയിലപ്പോൾ ആ വഴി വരേണ്ടി വരും മിക്കവാറും. ചങ്ങലയിട്ട് പൊട്ടി വെച്ചേക്കണം. ഓക്കെ, വഴിയുണ്ട്. ആ കാണുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത്. എന്നാലും ഈ ഡോറ് തുറക്കുമെന്ന് നോക്കിയിട്ട് പോവാം. ഇതും ലോക്കാണ്. അപ്പോൾ അത് തന്നെ വഴി. ആക്റ്റീവ് വ്യൂ സൂം ചെയ്യാൻ. ഓക്കെ, ഏണി ഇറങ്ങിയൊന്നുമില്ല, ചാടിക്ക് പിടിച്ച് നന്നായി. ഓക്കെ, ഐശ്വര്യമായിട്ട് കയറാൻ പോണെയാണ്. കയറിയതുപോലെ തന്നെ തിരിച്ചിറങ്ങാൻ പറ്റണേ. അയ്യോ, നല്ല നല്ല തുടക്കം. അത് നൈറ്റ് വിഷൻ ഉണ്ട് കേട്ടോ. നൈറ്റ് വിഷൻ യൂസ്ഫുള്ളാണ്. രാത്രി നമുക്കെല്ലാം കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ നൈറ്റ് വിഷൻ്റെ ബാറ്ററി ഓണുണ്ട്. ബാറ്ററി ഓൺ നോക്കി. അയ്യോ, അത് പറയാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഗെയിമിൽ മെയിൻ ഒരു കാര്യമാണ് ബാറ്ററി. ബാറ്ററി നമ്മൾ കളക്ട് ചെയ്യണം. വേറെ എന്തെടുത്തില്ലെങ്കിൽ ബാറ്ററി കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടുപോകും. ഇനി അവിടെ തന്നെയാണ്. കൈയൊക്കെ പിടിക്കുന്നുണ്ടല്ലേ. അതല്ല ഓർമ്മട്ടാണ്. 9 എൻ്റെ അമ്മേ. അമ്മേ, ബ്ലഡാണ്. നെക്സ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ഇട്ടിട്ടുണ്ട്. Murkoff Psychiatric System Project Walrider. Okay, Mount Massive number therapy strategy. Patients claim to be progressed to self-direct lucid dream states. Morphogenic engine activity observed at unpredictable scale. Continuing stage 4 hormone schedules. Billy asked about the status of his mother lawsuit against Murkoff and the asylum. This represents a breach in security. Billy claims that he discovered the truth in the blood dreams of Dr. Traeger, not the only Traeger on company records one Richard. And all order lines and security personnel must be questioned and video security improved to include analytic biometric. Murkoff Psychiatric System Project Walrider Mount Massive Asylum. ഇവിടെ നടക്കുന്ന പ്രൊജക്റ്റിൻ്റെ പേരാണ് വാൾറൈഡർ. അതിനെക്കുറിച്ചാണ് ആ പറഞ്ഞേക്കുന്നത്. വാഷ് യുവർ ഹാൻഡ്സ്. കൊക്കോള എന്തൊന്നും ഇരിക്കണത്. ബ്ലഡ് ഫ്രഷ് ആണല്ലോ. ഇല്ലാത്തോട്ട വഴിയില്ല. നൈറ്റ് വിഷൻ ആക്കണാക്കുമ്പോൾ എന്തോ അല്ലേ ശരിക്കും പേടിയാണ്.
വാൾ റൈഡർ. അവനിപ്പോൾ അതല്ലേ പറഞ്ഞു, വാൾ റൈഡർ. വെളിച്ചുള്ള സ്ഥലത്തെത്തി. ഇതേ അവിടെ ആരോ. അയ്യോ, കണ്ണടിച്ച്. സേവ് ആയിട്ടുണ്ട്, ഭാഗ്യം. ഞാടല്ല. ഇവിടെ ആരെങ്കിലും തുപ്പുണ്ടോ? ഇല്ല, ഞാടുമില്ല. ലോക്കൽ ലൈബ്രറിയിലൊക്കെ ആയിരിക്കും അപ്പം. അയ്യോ അമ്മേ, എന്തോ വന്ന് വീണല്ലേ ഇപ്പം. ഓ എൻ്റെ അമ്മേ, തലയില്ല. ഇത് അടുത്തത്, ഇതിനും തലയില്ല. ഓ, തലയൊക്കെ ഷോക്കേസിൽ വെച്ചേക്കണം കിട്ടി. ഇതാരാ? ഇയാൾക്ക് തലയുണ്ടല്ലോ. ദൈവമേ. ദൈവമേ, മരിച്ച. ഓ, തലയിരിക്കണോക്കി, തലയുടെ കളക്ഷൻ എല്ലായിടത്തും ഉണ്ടല്ലേ. നോട്ടെന്തോ എഴുതിയിട്ടുണ്ട്. ഐ മീൻ സൈഡ് ബോഡീസ് എവരിവെയർ, ബ്ലഡ്സ്, ബേൺ മാർക്സ്, headlines like bottles behind a bar. 10 more percent is hung from the ceilings. Their badge says Murkoff Advanced Research System. Murkoff's long time has been profit success. Fuck the third world. To bankroll another billion. How did Murkoff think they would make money off building full of crazy peoples? There's some kind of tactical cop pinned like a pig on a pit. Tell me to get the fuck out and then dice. Would have been a good thing to hear when I still. നമ്മളോട് അയാൾ പറഞ്ഞത് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനാണ്. എത്ര പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. വേരിയൻസ് ഒക്കെ ഔട്ടായിട്ടുണ്ട്, വേരിയൻസ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എത്രയും വേഗം ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത്. അതിനി ആരാ ദൈവമേ അടുത്തത്? വാലടച്ചേക്കാം. ഞടാണോ? ആ, ഞടല്ല, ഞടല്ലേ, വഴിയില്ലേ? ഓ, ബാറ്ററി ഒരു കയ്യിരിക്കണ്. ബാറ്ററി മാറ്റണം എങ്ങനെ? ആ, വൈ. ഓക്കെ, ബാറ്ററി മാറി. നൈറ്റ് വിഷൻ ഓവർ പുറത്തിൻ്റെ ബാറ്ററി കളയണ. ഇതിൻ്റെ അകത്തോട്ടാണ് വണ്ടി കയറിപ്പോയത്. ആ, നോക്കി വഴി കൊണ്ടത്. പിടിച്ച് ചത്ത. ചത്തില്ല, ഭാഗ്യം, ജീവനുണ്ട്. ഇതിനി ആരാന്നാവോ അടുത്തത്? പള്ളിയിലച്ഛനെ ഡ്രസ് പോലെ കണ്ടല്ലോ. ഓ, എന്തോ എഴുതിച്ചിട്ടില്ല. പ്രൊക്ലെയിം ദ ഗോസ്പെൽ എന്തോന്നത്? എസ്കേപ്പ് ദ അസൈലം, ആക്സസ് സെക്യൂരിറ്റി കൺട്രോൾ. ഇതാണ് മെയിൻ ഡോർ. നമ്മൾ പുറത്തുനിന്ന് കണ്ടത് ലോക്കാണ്, ഉറപ്പാണ്. 2 വഴിയുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ആദ്യം നോക്കാം. നൈറ്റ് വിഷൻ ഓണാക്കുന്ന കൂടുതൽ ഇതാണത്, പക്ഷേ ഹെൽപ്ഫുള്ളാണ്. എന്നാലും കൂടുതൽ പേടിയാണ്. ബാറ്ററി കിട്ടി, നെക്സ്റ്റ് ബാറ്ററി.
അടുത്തത് ഇനിയാടാ വെളിച്ചുള്ള സ്ഥലത്തോട്ട് പോവുക, അതായിരിക്കും നല്ലത്. സെക്യൂരിറ്റി റൂം, ഇലക്ട്രിക് റൂം. ഇങ്ങടാ വേണ്ടത്. എൻ്റെ അമ്മേ അയ്യോ, ബാത്റൂമിൽ ബാറ്ററി ഉണ്ടാവോ? വിറ്റ്നസ്സാ, എല്ലാം ഷൂട്ട് ചെയ്യണം. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് പുറത്ത് കാണിക്കാനുള്ള എന്ത് എഴുതിയിട്ടുണ്ടല്ലേ. പിക്കിംഗ് ബ്രോക്കൺ ഗ്ലാസസ് ഔട്ട് മൈ സ്കാൽപ്പ്, കപ്പിൾ ക്രാക്ഡ് റിബ്സ്, നിയർലി കിൽഡ് ബൈ എ deformed giant. നമ്മൾ എറിഞ്ഞ ലുക്സ് ലൈക്ക് സംബഡി ട്രൈ ടു സ്റ്റാർട്ട് ഹിസ് ഹെഡ് വിത്ത് എ ചീസ്. He throws me through a wall, knocks me unconscious. I wake up and some doggy old man with a face like a alcoholic kiddie in a homemade priest outfit. Emerly, Achan Andoni calls me. Now, not a job I ask for. There are words scrolling, bloods everywhere. I am getting an ugly feeling. Priest is writing them and for my benefits. അച്ഛനാണ് ബ്ലഡ് ഒക്കെ കൊണ്ട് എഴുതണേ. നമ്മുടെ ബെനഫിറ്റ്സിന് വേണ്ടി എന്താണെന്നാണ് പറഞ്ഞത്. ഈ അച്ഛനാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്, വിറ്റ്നസ് എന്നും പറഞ്ഞു. അച്ഛൻ്റെ പേരെന്തായിരുന്നു മറന്നില്ല. പേര് പറഞ്ഞായിരുന്നാ? ഇല്ലല്ലേ. ഇവിടെ എന്തുകൊണ്ട്? ഇവിടെയും ബ്ലഡാണല്ലോ. എന്തെങ്കിലും കിട്ടുമോ? ഒത്താലയുണ്ട് ഇയാൾക്ക് ഭാഗ്യം. ബാറ്ററി യെസ്, ബാറ്ററി ഒരു മെയിൻ സംഭവമാണ് ഈ ഗെയിമിൽ. ബാറ്ററി ഇല്ലെങ്കിൽ വേറെ ഒന്നും നടക്കില്ല. സെക്യൂരിറ്റി ദിസ് ഡോർ നീഡ്സ് എ കീ കാർഡ്. എക്സിറ്റ് കാണാം അവിടെ. ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇയാൾ എന്ത് കാണിച്ചാണ് കൊന്നിട്ടേക്കണത്? ഡോക്യുമെൻറ്റ്സ്. Dear sirs, the full report pending. No immediate action is required on the part of Murkoff Corp. The profit potential of Project Wall Rider remains tragically high. The 4 facilities contains enough precious data to make any legislation. If evidence is correctly managed, impossible. Project Wall Rider remains a dangerous, and there will be almost certainly be further casualties. Interested in patients is so low as to make any chance of legal actions vanishingly unlikely. Violence among patients is increasing as the morphogenic engine therapy get closer to producing working models, but a combination of physical and chemical resistance has been proven sufficiently effective to assure continued control and profit. ഇവരിവിടെ എന്തോ ബയോവെപ്പൺ ഉണ്ടാക്കണ സംഭവമാണ് ആൾക്കാരെ വെച്ചിട്ട്. ഈ മോർഫോജീനിക് എഞ്ചിൻ വായിച്ചില്ലായിരുന്ന, അതും വെച്ച് എന്തോ ബയോവെപ്പൺസിന് ഉണ്ടാക്കണതാണ് പരിപാടി. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് പരസ്പരം ഉപദ്രവിക്കണേന്നൊക്കെയാണ് പറയണത്. നമുക്ക് ബാക്കി കളിക്കാം. ആദ്യം ഇനി കീ കാർഡ് കണ്ടുപിടിക്കട്ടെ. ഡോർ നീഡ്സ് എ കീ കാർഡ്. ഓക്കെ, താഴത്തേക്കാണ് വേണ്ട. താഴത്തേക്കും ബ്ലഡ് ഉണ്ടല്ലോ, പോയി നോക്കണം. അവിടെ ഒരു എക്സിറ്റാണ്, അവിടെ ലൈറ്റാണ്. അങ്ങോട്ട് പോകണം. ലോക്കാണ്. ഇപ്പുറത്ത് ഇവിടെ ഉണ്ടല്ലോ. നിറച്ച് പേരുടെ ആൾക്കാരാണ്ട. ഇവിടെ നിന്ന് വല്ല ബാറ്ററി കിട്ടണേ. ബാറ്ററിയിലൊന്നും ഇവിടെ ബ്ലഡ് കിടപ്പുണ്ട്. എന്തെങ്കിലും ഒന്നുമില്ല. ഹോൾ ടു പീക്കാ. ഓക്കെ, പീക്കാട്ടാ. ഇവരൊക്കെ ഇവിടുത്തെ വേരിയൻസ് ആണ്. മീൻസ് ഈ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരെ. അയ്യോ, ഇതാണ് ഇവരുടെ പ്രോസസ്സ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ച് ഇവരിങ്ങനെ ഭ്രാന്താക്കും. എന്നിട്ട് എന്ത് കിട്ടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. A crowd of broken men watching a dead channel. They look like patients. They survived whatever happened here, but nobody's home. Okay.
ഓ ഇയാൾ ശ്വാസം എടുക്കാനായിട്ട് എനിക്ക് പേടിയാണ്. അവിടെ നിന്ന് നമ്മൾ വന്നത് ഇപ്പം. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ബാറ്ററി വല്ലതും. ഓ കീ കാർഡ് കിട്ടി. പിക്കപ്പ് ദ കീ കാർഡ് ഫോർ സെക്യൂരിറ്റി കൺട്രോൾ. സേവ് ആയിട്ടുണ്ട്. ബാക്കിലേക്ക് തിരിച്ചു പോയിട്ട് കളക്ട് ഒബ്ജക്റ്റീവ്സ്. ബാക്കിലേക്ക് തിരിച്ച് പോവാ തിരിച്ചു മരിഞ്ഞ എന്തെങ്കിലും ചെയ്യുമല്ലേ. നല്ല പിള്ളേരാ. വാതിലടച്ചേക്കാം, ശല്യമാവണ്ട. ഏത് എൻ്റെ അമ്മേ അമ്മേ അയ്യ ദൈവമേ, എൻ്റെ പകുതി ജീവൻ കളഞ്ഞാ തേണ്ടി. ചുരുണ്ടുകൂടി കിടക്കണോക്കേ. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ എൻ്റെ മെക്കിട്ട് കയറുന്നത്? അയ്യോ ഓടറില്ല. ഓട് അപ്പം ഇനി എങ്ങടെ പോകേണ്ടത്? ഇങ്ങാട് ഓർമ്മയുണ്ട്. ഇത് ഇവിടെ നിന്ന് നമ്മൾ വീണ. അത് ഇവിടെ നിന്ന് നമ്മൾ എറിഞ്ഞതായി. വേഗം സെക്യൂരിറ്റി കൺട്രോളിലേക്ക് പോവാം. ഇതെന്താ? അതെന്താ? ബാക്കിലേക്ക് നോക്കാൻ ഓടുമ്പോൾ. ആ പരിപാടിയുള്ളൂ അല്ലേ? ബാക്കിലേക്ക് നോക്കണതിനാ നോക്കാണ്ട് ഓടിയാൽ മതി. അതാ നല്ലത്. ഡോർ ഓപ്പണേ. ഓക്കെ, ഇവിടെ ഉണ്ട് ഒരാൾ. എന്താ? ഹൈഡ് ചെയ്യാൻ, ഒളിച്ചിരിക്കാൻ. ഇവിടെ അൺലോക്ക്. ഫുള്ള് ഇവിടുത്തെ ക്യാമറ ഉണ്ടാ. ഇത് മറ്റേ ആള്. കള്ളക്കഴുകേറി. അയ്യോ ആരോന്. അയ്യോ ദൈവമേ. അവനപ്പുറത്ത് ഇത് തുറന്നു നോക്കിട്ടാ. ഭയത്തിന് നമ്മളെ തുറന്നില്ല. ആളെ മനസ്സിലായ? ഇവനാണ് നമ്മളെടുത്ത് എറിഞ്ഞത് മേളിൽ നിന്ന് താഴത്തേക്ക്. പോണേണെന്ന് തോന്നുന്നു. എന്തോ കിലിങ്ങണുണ്ടല്ലോ. ഇയാള് ശ്വാസം കൊടുക്കുന്നതായിട്ടേ എനിക്ക് പേടിയാണ്. എൻ്റെ ശ്വാസം മുട്ടുന്നത് പോയിന്ന് തോന്നാണ്. പോയിട്ടുണ്ടാണ് അയാൾ പിടിച്ച് ജനറേറ്റർ ഓഫ് ചെയ്ത്. ഇനി ജനറേറ്റർ ഓണാക്കാൻ പോകണം. മരണം ഉറപ്പായപ്പോൾ പോയിട്ടും വരാട്ടാ. ബേസ്മെൻറ്റിലായിരിക്കും അപ്പം. ദൈവമേ, ബേസ്മെൻറ്റിലേക്ക് വന്നല്ലേ പറഞ്ഞത്. ഇങ്ങാടായിരിക്കും. എന്തോ ആരോ ഡോറിന് വിട്ടു. ഒന്നും നോക്കല, നേരെ താഴത്തേക്ക് പോവാ. ഇവിടെ ആവണം. ഇതാദ്യം ഓഫ് ചെയ്തേ. പെട്ടെന്ന് ഇങ്ങനെ സേവായി. ഇങ്ങാട് തന്നെയാണ്. അപ്പോൾ ഇവിടം വെച്ച് നിർത്താം. അതാണ് നല്ലത്. എൻ്റെ പകുതി ജീവൻ ഇപ്പം പോയി. ബാക്കി അടുത്ത എപ്പിസോഡിലാവാം. അപ്പോൾ ഇതുവരെ കണ്ടതിന് താങ്ക്സ്. ബാക്കി അടുത്ത എപ്പിസോഡിൽ വരാം. ഇത് കളിച്ച് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, ഞാൻ കളിക്കുന്നതനുസരിച്ച്. അപ്പോൾ